Hi friends, welcome to Relax and Watch. Indian Railways booking IRCTC ഒരുപാട് വീഡിയോസിന് മുമ്പ് വിട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. IRCTC എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, കൺഫേം ടിക്കറ്റ്സ് എങ്ങനെ ഗ്രാബ് ചെയ്യാം, പിന്നെ അതുപോലെ മറ്റുള്ള വേരിയസ് കോട്ടാസ് എന്തൊക്കെയാണ്, ഡിസ്കൗണ്ട്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള പല വീഡിയോസ് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. TDR ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ മെയിനായിട്ട് ഇവിടെ പറയാൻ പോകുന്നത്, നേരത്തെ വന്നൊരു കമൻറ്റ് വഴി വന്നൊരു ചോദ്യമാണ്. IRCTCയിൽ ആധാർ ലിങ്ക് ചെയ്തിട്ടും എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് 12ാമത്തെ ടിക്കറ്റ് പോലെ ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, 6 ടിക്കറ്റിന് മുകളിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനാദ്യം IRCTCയിൽ ആധാർ ലിങ്ക് ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞുതരാം. അതേപോലെ തന്നെ ലിങ്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് IRCTC നമ്മുടെ അക്കൗണ്ടിൻ്റെ കൂടെ ആധാർ നമ്പർ ലിങ്ക് ചെയ്യുക. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ ഒരു മാസത്തിൽ IRCTCയിലെ ഒരു IDയിൽ നിന്നും 6 ടിക്കറ്റ് വരെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 6 PNR മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ IRCTC അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 ടിക്കറ്റ് വരയ്ക്കും ബുക്ക് ചെയ്യാം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ്. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. IRCTC അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, പിൻ നമ്പർ കൊടുത്ത് ഉള്ളിൽ പോന്നു. ഉള്ളിൽ വന്നതിന് ശേഷം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് IRCTCയുടെ നോർമൽ ഇൻ്റർഫേസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെ മൈ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ പ്രൊഫൈല്, മൈ മാസ്റ്റർ ലിസ്റ്റ്, ലോയാലിറ്റി, ലിങ്ക് യുവർ ആധാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ലിങ്ക് യുവർ ആധാർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആധാറിൽ ഉള്ളതുപോലെ തന്നെ പേര് അവിടെ കൊടുക്കുക. അതിനുശേഷം ആധാർ നമ്പർ കൊടുക്കുക, സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ സെൻഡ് OTP കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആധാർ രജിസ്റ്റേർഡ് മൊബൈലിലേക്കായിരിക്കും OTP വരുന്നത്. അതുകൊണ്ട് ആ മൊബൈൽ കയ്യിലുണ്ടാവണം. അതേ OTP വന്നു, നമ്മളതിവിടെ കൊടുത്തിട്ട് അപ്ഡേറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ അഡ്രസ്സ് മുതലുള്ള കാര്യങ്ങളെല്ലാം ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്ഡേറ്റ് KYC കൊടുത്ത് ഇത് ചെയ്തോളുക. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് വായിച്ച് നോക്കിക്കൊള്ളുക. IRCTCയുടെ വാലറ്റ് രജിസ്റ്റർ ചെയ്യാനും ആധാർ വേണം. വാലറ്റ് എന്താണ്, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും കാണുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊള്ളുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം. പിന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട്, ആധാർ വെരിഫൈഡ് യൂസേഴ്സ് ക്യാൻ ബുക്ക് അപ് ടു 12 ടിക്കറ്റ്സ് ഇൻ എ മന്ത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ വെരിഫൈഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴെ മൈ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ക്ലിക്ക് ചെയ്ത അതേ ലിങ്ക് യുവർ ആധാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ആധാർ ഹാസ് ബീൻ സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ IRCTC അക്കൗണ്ടുമായിട്ട് ആധാർ ലിങ്ക് ചെയ്യാനുള്ള പ്രൊസീജിയർ. ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് ആധാർ ലിങ്ക് ചെയ്യുന്നത് മെയിനായിട്ട് നമുക്ക് ഒരു മാസം ഒരു IDയിൽ നിന്നും 12 ടിക്കറ്റ് വരെ ബുക്ക് ചെയ്യാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ ആധാർ ലിങ്ക് ചെയ്തു എന്നതുകൊണ്ട് മാത്രം ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത്, അതിന് അവർ പറയുന്ന IRCTC പറയുന്ന പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, 7ാമത്തെ ടിക്കറ്റ് മുതൽ 12ാമത്തെ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്യുമ്പോൾ ആ ടിക്കറ്റിൽ ഒരാളെങ്കിലും ആധാർ വെരിഫൈഡ് പാസഞ്ചർ ആയിരിക്കണം. IRCTCയുടെ സെർവറിൽ ആധാർ വെരിഫൈഡ് പാസഞ്ചർ ആണെന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും, ഇപ്പോൾ ഒരു ടിക്കറ്റിൽ 6 പേരുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ 7ാമത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നത് അതിൽ 6 പേർക്കാണ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 6 പേരിൽ ഒരാളെങ്കിലും ആധാർ വെരിഫൈഡ് പാസഞ്ചർ ആയിരിക്കണം. അതെങ്ങനെയാണ് ആധാർ വെരിഫൈഡ് പാസഞ്ചറിന് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത്
ID കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പേരും വയസ്സ്, ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ അങ്ങനത്തെ കാര്യം അതൊക്കെ കൊടുത്തിരുന്നാൽ മതി. പക്ഷേ 7ാമത്തെ ടിക്കറ്റ് മുതൽ 12ാമത്തെ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്യുന്നതിന് ആ വരുന്ന ഒരു PNRലെ യാത്രക്കാരിൽ ഒരാളെങ്കിലും ആധാർ വെരിഫൈഡ് ആയിരിക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മൈ മാസ്റ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാസ്റ്റർ ലിസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പേര് ഓട്ടോ ജനറേറ്റ് ആയിട്ടുണ്ട് ഇവിടെ. കാരണം ഞാനിപ്പോൾ ആധാർ ലിങ്ക് ചെയ്തപ്പോൾ അത് തനിയെ അങ്ങനെ തന്നെ ജനറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ സാധാരണ എപ്പോഴും ഈ മാസ്റ്റർ ലിസ്റ്റിൽ നമ്മൾ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മൾ ഒരു മാസ്റ്റർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നേരം നമുക്ക് വളരെ ഈസി ആയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും ഇങ്ങനെ എടുക്കാം. ഓരോ പാസഞ്ചറിനും നമ്മൾ പേരും വയസ്സും ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് നമ്മൾ മാസ്റ്റർ ലിസ്റ്റിൽ പോകുന്നു, ആരൊക്കെയാണ് യാത്ര ചെയ്യുന്നത് അവരെയൊക്കെ സെലക്ട് ചെയ്യുന്നു. ഇനി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആ ഫോം ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽ ആയിക്കോളും. അപ്പോൾ അതിനെപ്പോഴും ഈ മാസ്റ്റർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആഡ് പാസഞ്ചർ ഉണ്ടാവും ഏറ്റവും മേളിൽ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പാസഞ്ചർ ടൈപ്പ് നോർമൽ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ജെൻഡർ, ബർത്ത് പ്രിഫറൻസ്, മെയിൽ പ്രിഫറൻസ്, താഴെ നോക്കിക്കഴിഞ്ഞാൽ ID കാർഡ് കാണാൻ പറ്റും. ഈ ID കാർഡിൽ നമുക്ക് ആധാർ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ഏത് ID കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം മാസ്റ്റർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ 7ാമത്തെ ടിക്കറ്റ് മുതൽ 12ാമത്തെ ഒരു ടിക്കറ്റ് വരുന്ന യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ആധാർ കാർഡ് സെലക്ട് ചെയ്ത് ആധാർ നമ്പർ കൊടുത്ത് അതിനും OTP വരും. അത് വെരിഫൈ ചെയ്ത് ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ പാസഞ്ചറിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് ഒരു 7ാമത്തെ ടിക്കറ്റിൽ ഇപ്പോൾ സപ്പോസ് ഒരു 5 പേര് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരാളെങ്കിലും ഈ ആധാർ വെരിഫൈഡ് പാസഞ്ചർ ആയിരിക്കണം. അത്രയേ ഉള്ളൂ. എല്ലാവരും ആധാർ വെരിഫൈഡ് പാസഞ്ചർ ആയിരിക്കണം എന്നില്ല. എങ്കിൽ മാത്രമേ ഈ ടിക്കറ്റ് ബുക്ക് ആവുള്ളൂ. 7 മുതൽ 12 വരെയുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: ഒരു പാസഞ്ചറെങ്കിലും മാസ്റ്റർ ലിസ്റ്റിൽ നിന്നും ആധാർ വെരിഫൈഡ് പാസഞ്ചറിനെ സെലക്ട് ചെയ്ത് വേണം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. എങ്കിലേ ടിക്കറ്റ് ബുക്ക് ആവും. നമ്മൾ ആധാറുമായിട്ട് IRCTC അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തു എന്ന് കരുതി നമുക്ക് 7ാമത്തെ ടിക്കറ്റ് മുതൽ ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ രീതിയിൽ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ടിക്കറ്റ് ജനറേറ്റ് ആവൂ. അത് പലർക്കും ഉള്ള ഒരു സംശയമാണ്. അപ്പോൾ അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഈ IRCTC വാട്ടിനെ കുറിച്ച് ഒരു പുതിയ വീഡിയോ അടുത്തത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഇതിലെങ്ങനെ പൈസ ഇടാം, എങ്ങനെ അക്കൗണ്ട് ജനറേറ്റ് ചെയ്യാം, ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോകൾ തീർച്ചയായും കാണുക. ഇഷ്ടമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. റിലാക്സ് ആൻഡ് വാച്ച്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.